ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് വലിയൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമയോടിരുന്ന് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് മാവാണ് ഇവിടെ എടുക്കുന്നത്. അത് ചപ്പാത്തിക്ക് അയക്കുന്ന അതേ രൂപത്തിൽ നമുക്ക് നന്നായിട്ട് അയച്ചെടുക്കുക. ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് മാവിന് 4 കപ്പ് വാട്ടറാണ് ഒഴിക്കേണ്ടത്. നിങ്ങൾ ഏത് കപ്പിലാണോ മാവ് എടുക്കുന്നത് ആ കപ്പിൻ്റെ 4 കപ്പ് വാട്ടറാണ് ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് മാവ് ഇവിടെ എടുത്ത് നന്നായിട്ട് ചപ്പാത്തിക്ക് അയക്കുന്ന രൂപത്തിൽ അയച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 4 കപ്പ് വാട്ടർ ഒഴിക്കാൻ പോവുക. 4 കപ്പ് വാട്ടർ നമ്മൾ ഒഴിച്ചിട്ട് 4 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഞാനിപ്പോൾ 4 കപ്പ് വാട്ടർ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റിന് ഞാൻ വെച്ചിട്ടുണ്ട്. 4 മണിക്കൂറായി. നമുക്കിനി തുറന്ന് നോക്കാം ഇതിൻ്റെ എന്താ അവസ്ഥയെന്ന്. കണ്ടോ, ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. നമുക്കിനി ഇതിനകത്തുനിന്ന് ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. ഈ മാവിനകത്തുനിന്ന് പാല് വരും. ആ പാല് നമുക്ക് കൈയിട്ട് നന്നായിട്ട് ഞെരടി അതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മളെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതുപോലെ കൈയിട്ട് ഞെരടി നല്ല അതിൽ നിന്നും പാലുണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പാലിങ്ങനെ വരും. കണ്ടോ, പാല് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതേ രീതിയിൽ പാലാക്കിയെടുത്ത് ആ പാലെടുത്തിട്ട് നമ്മൾ അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് മൊത്തം നമ്മൾ വേസ്റ്റിൽ കളയുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അരിപ്പയിൽ അരിച്ചെടുക്കുക. 2 അരിപ്പയിൽ അരിച്ചെടുക്കണം. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, കാരണം ഇത് വലിയൊരു വീഡിയോ ആയത് കാരണം ഞാൻ ഒരു പ്രാവശ്യം അരിക്കുന്നതേ കാണിക്കുന്നുള്ളൂ. ഇനി വേറൊരു അരിപ്പയിലും കൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്, അത് കാരണം ഞാൻ കാണിക്കുന്നില്ല. ഈ വേസ്റ്റ് എടുത്ത് നമുക്ക് കളയാം. ഇതിൻ്റെ വേണ്ടാത്ത ഇതാണിത് കളയേണ്ടത്. പാല് മാത്രമാണ് നമുക്ക് ആവശ്യം. ഇനി ഒരു പാത്രം എടുത്ത് പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. പാനിനകത്തോട്ട് നമുക്ക് ഇതൊഴിക്കാം. ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് പാനിനകത്ത് ഒഴിക്കാൻ തികയത്തില്ല. വലിയ ഉരുളി വല്ലതും വേണം. ഇപ്പോൾ കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ പാനിനകത്ത് ഒഴിക്കാം. ഒഴിച്ച് നമുക്കിതുപോലെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം. ബാക്കിയുള്ള ടൈമിലെല്ലാം ലോ ഫ്ലെയിമിലാണ് തിളപ്പിക്കേണ്ടത്. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഷുഗർ പാനി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഷുഗറും അതിനകത്ത് 1/2 കപ്പ് വാട്ടറും ഒഴിച്ച് ഷുഗർ പാനി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഷുഗർ പാനി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല തിളച്ച് നല്ല കുറുകണം. അത് ഒരു മണിക്കൂറോളം ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുറുകിയെടുക്കണം. അത് അടി പിടിക്കാൻ പാടില്ല. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. കുറേ ടൈം എടുക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്സും ബാക്കിയെല്ലാം ലോ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് ഷുഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ പാനിയും ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നെയ്യ് എടുത്ത് ഒഴിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് സെറ്റാവത്തില്ല. ഇത് സെറ്റാകാൻ വേണ്ടിയാണ് നെയ്യ് എടുത്ത് ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ ഏലക്കയാണ് പൊടിച്ചിടുന്നത്. ഏലക്ക പൊടിച്ചിടുന്നുണ്ട്, അതിന് നല്ല ഫ്ലേവറിൻ്റെ മണം കിട്ടാൻ വേണ്ടി. ഇടയ്ക്ക് നെയ്യ് ഇങ്ങനെ ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ അടി പിടിക്കത്തതുമില്ല, അതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും. നമ്മുടെ ഹൽവ പെട്ടെന്ന് സെറ്റാവുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ അത് ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കാം. അതിൻ്റെ ടൈമിൽ നമുക്കിവിടെ കാഷ്യൂനട്ട് റെഡിയാക്കി എടുക്കാം. നെയ്യുടെ അകത്ത് തന്നെ കാഷ്യൂനട്ട് റെഡിയാക്കി എടുത്തിട്ട് കാഷ്യൂനട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. 1 മണിക്കൂറോളം ഇത് ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ ആ 1 മണിക്കൂറൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല, കാരണം ടൈം ഒരുപാടാവുമല്ലോ. അത് കാരണം ഞാൻ കാണിക്കുന്നില്ല. നല്ലതായിട്ട് സെറ്റായണം. സെറ്റായി നല്ല അരക്ക് രൂപത്തിലാവണം. ഇതേ രൂപത്തിലായി വരണം, നല്ല അരക്ക് പോലെ കട്ടിയായിട്ട്. എന്നാലേ നമ്മുടെ ഹൽവ റെഡി ആവത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് നെയ്യ് തേക്കാം. ഒരു പാത്രത്തിൽ നെയ്യ് തേച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ സാധനം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല കട്ടയായിട്ടിരിക്കുക. നമ്മളത് അതേപോലെ നമ്മൾ 1 മണിക്കൂറിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ല തിളപ്പിച്ച് ആ പാല് തിളപ്പിച്ച് കുറുക്കി നല്ല കട്ടിയാക്കി വെച്ചേക്കുക. ഇതേപോലെ കുറേ നേരം ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോ ഒന്നും, കാരണം ടൈം ഒരുപാടാകുന്നത് കാരണം ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ സെറ്റായതിന് ശേഷം ഈ അരക്ക് രൂപത്തിലായതിന് ശേഷം നമുക്കത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തേച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ നെയ്യ് തേച്ച് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമുക്ക് 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറോ നമുക്ക് സെറ്റാകാൻ വെക്കണം. സെറ്റാക്കി വെക്കുമ്പം നമ്മുടെ ഹൽവ റെഡിയാകും.
1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയാലോ. ഇപ്പം സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം. അതിനുവേണ്ടി അതിൻ്റെ സൈഡിലൊക്കെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 4 വശവും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നോക്കാം നമ്മുടെ ഹൽവ എങ്ങനെയുണ്ട്, ടേസ്റ്റി ആണോ, കൊള്ളാവോ. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കൊട്ടിയിടുകയാണ്. ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി അടിപൊളി ഒരു വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ.